നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണമ്പേട്ടയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. നെലയാറ്റിങ്കൽ ജോയിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. പുത്തൂർ വെട്ടുകാട് ഹരിതകർമ്മസേനയുടെ ഓട്ടോ മറിഞ്ഞ് അപകടം. 2 സ്ത്രീകൾക്ക് പരിക്ക്. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണമ്പേട്ടയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. നെലയാറ്റിങ്കൽ ജോയിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30 സംഭവം. വീടിന്റെ ടെറസിനും വാട്ടർ ടാങ്കിനും കേടുപറ്റി. ആർക്കും പരിക്കില്ല. ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തലിനെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രക്ഷാവലയം കോൺഗ്രസിന്റേതാണ്. രാഹുലിന്റെ മാത്രം കഴിവുകൊണ്ടല്ല അയാൾ ഒളിച്ചിരിക്കുന്നത്. രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയാണ്. കോടതി പരിഗണിക്കുന്നതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് കർണാടകയിലാണ് പോയതെന്നല്ലേ. അപ്പോൾ എന്താണ് കർണാടകയിൽ പോകാൻ കാരണം? കർണാടകയിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഒത്താശകൾ ചെയ്തു കൊടുത്തതാരാണ്? ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിരിക്കുകയല്ലോ. അയാൾക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയിലെ നിക്ഷേപമാണെന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെ ഈ മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവും. അപ്പോൾ അവർക്കാണ് എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുക. ആ അറിയുന്നവർ ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണിത്. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. പുത്തൂർ വെട്ടുകാട് ഹരിതകർമ്മസേനയുടെ ഓട്ടോ മറിഞ്ഞ് 2 സ്ത്രീകൾക്ക് പരിക്ക്. ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. വാഹനത്തിലുണ്ടായിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളായ പ്രേമ, സിജി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെട്ടുകാട് ആശുപത്രി പരിസരത്തു നിന്നും പ്ലാസ്റ്റിക് ചാക്കുകൾ കയറ്റി സംഭരണ കേന്ദ്രത്തിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ഉടൻ തൊട്ടടുത്ത ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി മൂർക്കനാട്ട് മന വാസുദേവന്റെയും മേൽശാന്തി നന്യാർലി മന ജാതവേദന്റെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഗാനരചയിതാവ് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ ക്ഷേത്രം പ്രസിഡന്റ് VK രാജൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ബെസ്റ്റ് റെക്കോർഡ്സ് ഇന്ത്യയുടെ നാഷണൽ റെക്കോർഡ്സ് നേടിയ സുനിൽ ഘോഷ് വിശിഷ്ട അതിഥിയായിരുന്നു. ദ്രവ്യ കലശ കമ്മിറ്റി കൺവീനർ C മോഹൻദാസ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ പൊന്നാടയിട്ട് ആദരിച്ചു. ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇരിങ്ങാലക്കുട റീജിയണൽ മാനേജർ റാണി, ചാലക്കുടി ക്ലസ്റ്റർ മാനേജർ അജയൻ എന്നിവർ പങ്കെടുത്തു. കമ്മിറ്റി അംഗങ്ങളായ VK രാജൻ, C മോഹൻദാസ്, ഗോപി പറമ്പത്ത്, ജയൻ ഇളയടത്ത്, സുമേഷ് നിവേദ്യം, മാതൃസമിതി നിയുക്ത പ്രസിഡന്റ് PK ഗിരിജ എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി എൻ്റെ നാട് എൻ്റെ വോട്ട്. നെന്മണിക്കര പഞ്ചായത്ത് വാർഡ് 1 തലോരിൽ ഇത്തവണ പ്രധാന മുന്നണികൾക്കായി മത്സര രംഗത്തുള്ളത് ജോസ് എന്നു പേരുള്ള 3 പേരാണ്. ആൻഡോ കല്ലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
നെന്മണിക്കര പഞ്ചായത്ത് വാർഡ് 1 തലൂരിൽ ഇത്തവണ മത്സര രംഗത്തുള്ളത് 3 ജോസുമാരാണ്. UDFന്റെ സിറ്റിംഗ് സീറ്റാണ് ഇവിടെ. UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് ടി ലൂയിസ് ആണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ജോസ് PA ആണ്. ഒപ്പം തന്നെ NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് PL ജോസ് പെരിഞ്ചേരിയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ 3 ജോസുമാരാണ്. ആദ്യം UDF സ്ഥാനാർത്ഥി ജോസേട്ടൻ, ഇത് UDFന്റെ ഒരു സീറ്റാണ്. ഒരു യാദൃശ്ചികമായിട്ട് വന്നതാണോ ഇങ്ങനെ ഒരു 3 ജോസുമാർ? സാധാരണ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നണികൾ പയറ്റുന്ന ഒരു തന്ത്രമുണ്ട്, അപരന്മാരെ നിർത്തുന്നത്. ഇവിടെ അപരന്മാരല്ല, മുന്നണി സ്ഥാനാർത്ഥികളായി തന്നെ 3 ജോസുമാർ വരുന്നു. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? മത്സരത്തെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ പഞ്ചായത്ത് വന്ന കാലം മുതലേ 1-ാം വാർഡ് UDFൻ്റേതാണ്. അതിൽ പരമാവധി വോട്ട് ഉയർത്തുക എന്നാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ സൗഹൃദത്തോട് നല്ല മത്സരം ഇവിടെ കാഴ്ചവെക്കുന്നു. വീണ്ടും ഇത്തവണ UDFന് എത്രത്തോളം സാധ്യതകളുണ്ട്? അടുത്ത മത്സരമാണ് സുഹൃത്തുക്കൾ തമ്മിൽ. നല്ല സാധ്യതയുണ്ട്. പരമാവധി വോട്ട് ഉയർത്തുക എന്ന് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ജയസാധ്യത പൂർണ്ണമായും ഞങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ LDF സ്ഥാനാർത്ഥി ഇനി നമ്മുടെ ജോസ് PA ആണ്. ഇപ്പോൾ UDF പറയുന്നത് ഈ സീറ്റ് നിലനിർത്തും. സൗഹൃദ മത്സരമൊക്കെ തന്നെയാണ്, പക്ഷേ രാഷ്ട്രീയം വേറെ, സൗഹൃദം വേറെ. ഏതായാലും ഈ സീറ്റ് നിലനിർത്തുമെന്ന് പറയുമ്പോൾ LDF എത്രത്തോളം ഈ മുന്നേറാനാണ് സാധ്യത? LDF മുന്നേറാന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും LDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഞങ്ങളത് അത്രയും സൗഹൃദത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളായിട്ട് ഇടപെടുന്നു. എല്ലാ കാര്യങ്ങളും അതുപോലെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എങ്ങനെ പോയാലും LDF ജയിക്കുമെന്നാണ് പറയുന്നത്. NDA സ്ഥാനാർത്ഥി PL ജോസ് പെരിഞ്ചേരിക്ക്, ജോസ് പെരിഞ്ചേരി തന്നെ LDF സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ NDAക്ക് എത്രത്തോളം മുന്നേറാൻ കഴിയും? ഒരു സാധ്യതകൾ എങ്ങനെയാണ് കാണുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 10-30 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അങ്ങനെ 1995 ഇതുപോലെ സീറ്റ് കിട്ടാതെ അന്നും LDF സ്വതന്ത്രനായിട്ട് മത്സരിച്ച, ഇതേ പേരിൽ തന്നെ മത്സരിച്ച വ്യക്തിയാണ്. വീണ്ടും സ്വതന്ത്രനായി പിന്നത്തെ 10 വർഷത്തിന് ശേഷം മത്സരിച്ചു. പിന്നത്തെ 10 വർഷം നമ്മൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നു. പിന്നീട് അത് സീറ്റ് നമുക്ക് തരാമെന്നുള്ള ധാരണയിൽ പിന്നീട് വീണ്ടും വന്നപ്പോൾ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ സീറ്റ് ലഭിക്കാതെ പോയപ്പോൾ നമ്മൾ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പൊതുപ്രവർത്തന രംഗത്തുണ്ടായ പരിപൂർണമായ പരിചയം ഇവിടുത്തെ ജനങ്ങൾക്ക് സുപരിചിതമാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചത് തന്നെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ NDA നമ്മളെ പിന്തുണയ്ക്കാമെന്ന് തീരുമാനിച്ചു. ജോസേട്ടൻ ഇപ്പോൾ മത്സര രംഗത്ത് വരുന്നത് എത്രാം തവണയാണ്? ഞാൻ 3-ാം തവണയാണ് വരുന്നത്. 3-ാം തവണയാണ്. അപ്പോൾ 3-ൽ അത് ഒക്കുമോ? സാധാരണഗതിയിൽ അങ്ങനെയാണ് പറയുക. അങ്ങനെയുള്ള നമ്മളൊരു പഴഞ്ചൊല്ല് 1, 2, 3 ഒരു ഞാൻ പഴഞ്ചൊല്ല് മറന്നുപോയി. പ്രത്യേകിച്ച് 3-ാം തവണ വിജയിക്കുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയുണ്ട്. കാരണം ജനങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ മത്സരരംഗത്ത് കാണുന്നവരാണ്, നിരന്തരമായി ഇടപെടുന്നവരാണ്. ഇവിടുത്തെ പള്ളിയായാലും പഞ്ചായത്തായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ടും വളരെ അടുത്തിടപെട്ട് കാലങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ സഹകരണം തീർച്ചയായിട്ടും, ആ സ്നേഹം ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ജോസേട്ടൻ എത്ര തവണയായി മത്സരം? രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ. 2-ാം തവണയാണ്. അപ്പൊ ഇത്തവണ ജനങ്ങൾ കൂടെ ഉണ്ടാവും. ഇപ്പൊ ജനങ്ങൾ പൂർണ്ണമായിട്ട് എന്റെ കൂടെ തന്നെയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 3 പേരും ജോസുമാരാണ്. വീടുകളിൽ ചെല്ലുമ്പോൾ ഈ എല്ലാവരെയും ജോസേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്? അതെ, ജോസേട്ടൻ തന്നെയാണ്. ജോസേട്ടൻ തന്നെയാണ്. അപ്പോ മത്സരത്തിൽ ഒരു ജോസേ വിജയിക്കും? ഒരു ജോസിനെ വിജയിക്കുള്ളൂ. നിങ്ങളുടെ സൗഹൃദത്തിന് മാറ്റമൊന്നും വരില്ല? സൗഹൃദത്തിന് മാറ്റമില്ല. അത് ജോസേട്ടൻ 2-ാം തവണയാണ് മത്സരം? രണ്ടാമത്തെ ഈ ഇതേ വാർഡിൽ തന്നെ അല്ല, ഞാൻ ആദ്യം 14-ാം വാർഡായിരുന്നു. ഇപ്പോൾ 1-ാം വാർഡിലേക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. ഇപ്പോ എതിർ സ്ഥാനാർത്ഥികൾ സുഹൃത്തുക്കളാണ്, കടുത്ത സുഹൃത്തുക്കളാണ്, കടുത്ത മത്സരമാണ്. കടുത്ത മത്സരം എന്ന് എനിക്ക് പറയാനില്ല, പറ്റില്ല. 30 കൊല്ലമായിട്ട് ഇവിടെ കോൺഗ്രസ് തന്നെയാണ് ഭരിക്കുന്നത്. ഒരു മാറ്റം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാൽ അങ്ങനെ സംഭവിക്കില്ല. ഇല്ല. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളെക്കാൾ മുൻപിൽ തന്നെ ഈ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിരുന്നു. ഇവർ 3 പേരും വലിയ സൗഹൃദ സംസാരത്തിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ. നമുക്കറിയാം 3 ജോസുമാർ മത്സരിക്കുമ്പോൾ ഡിസംബർ 13-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ ഒരു ജോസിന്റെ പേര് വാർഡ് മെമ്പർ ജോസ് എന്നായി മാറും. അത് മാത്രമാണ് ഇവരുടെ ഇടയിലുണ്ടാകുന്ന ഒരു മാറ്റം. ഏതായാലും വലിയ സന്തോഷം. 3 പേർക്കും വിജയാശംസകൾ. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 50 രൂപയുടെ കുറവാണ് ഉണ്ടായത്. 11,930 രൂപയാണ് കുറഞ്ഞ നിരക്ക്. പവന്റെ വിലയിൽ 400 രൂപയുടെ കുറവുണ്ടായി. 95,440 രൂപയാണ് പവന്റെ വില കുറഞ്ഞത്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്.
അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. വേലുപ്പാടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30 കലശപൂജ, 8 കലശാഭിഷേകം, 8:30 ഉഷപൂജ, 9 കാർച്ചശീവേലി, 11:30 ഉച്ചപൂജ, ഉച്ചതിരിഞ്ഞ് 3 എഴുന്നള്ളിപ്പ്, 6:20 ദീപാരാധന, രാത്രി 10 എഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. മഞ്ഞുകാലമായാൽ പലരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് പാദങ്ങൾ വിണ്ടുകീറുന്നത്. പാദങ്ങൾക്ക് ശരിയായ സംരക്ഷണം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. റിപ്പോർട്ട് കാണാം. മഞ്ഞുകാലത്ത് ചൂടുവെള്ളം കൊണ്ട് കാലുകൾ കഴുകുന്ന ശീലം വേണ്ട. അത് കാലുകളെ കൂടുതൽ വരണ്ടതാക്കും. എന്നാൽ ഇടയ്ക്ക് കാല് ചെറു ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ സോപ്പിന്റെ അമിതോപയോഗവും വരൾച്ച കൂട്ടും. പകരം കറ്റാർവാഴ അടങ്ങിയ ലേപനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്കിടെ കാലിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യുന്നതും ഫലപ്രദമാണ്. പാദങ്ങളിലെ വിണ്ടുകീറൽ തടയാൻ ഉപ്പ് സഹായിക്കും. ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം പാദങ്ങൾ അതിൽ മുക്കിവെക്കാം. ബേക്കിംഗ് സോഡയും ഉപ്പും ഇട്ട വെള്ളത്തിലും കാല് മുക്കി വെക്കുന്നത് നല്ലതാണ്. ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും നാരങ്ങാ നീരും കലർത്തുന്നതും വിണ്ടുകീറൽ തടയാൻ ഗുണകരമാണ്. ആഴ്ചയിൽ 2-3 തവണ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുകര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താല്പര്യമുള്ളവർ ഈ മാസം 15 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0420202074 85400580. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,930 രൂപയും പവന് 95,440 രൂപയും രേഖപ്പെടുത്തി. മുരിക്കിങ്ങൽ പുതിയടത്ത് ജോസഫ് അന്തരിച്ചു. 99 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ത്രേസ്യാമ്മയാണ് ഭാര്യ. ജോസ്, മിനി, പരേതനായ ജോർജ് എന്നിവർ മക്കളും. അന്നക്കുട്ടി, എൽസി, ജോഷി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ മാട്ടുമല തളിയപ്പറമ്പിൽ സുകുമാരൻ ഭാര്യ ചന്ദ്രിക അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ഞായർ രാവിലെ 10 വീട്ടുവളപ്പിൽ. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ, ട്വിങ്കിൾ എന്നിവർ മക്കളും. സുരേഷ്, സുബിത എന്നിവർ മരുമക്കളുമാണ്. വേലുപ്പാടം തെക്കൻ വാഴക്കാല ഔസേപ്പ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെറോനിക്കയാണ് ഭാര്യ. പോൾ, ബേബി, ലിസി, ബൈജു എന്നിവർ മക്കളും. ഷോളി, ഷെജി, ജോർജ്, ജിസ്മ എന്നിവർ മരുമക്കളുമാണ്. നന്ദിപുലം കുമരഞ്ചിറ മഠത്തിൽ പരേതയായ ഭാരതി എല എന്ന മകൻ ജയരാമൻ കർത്താവ് വളയൻ ചിറങ്ങരയിൽ അന്തരിച്ചു. 70 വയസ്സായിരുന്നു. റിട്ടയർഡ് അധ്യാപിക പറപ്പൂക്കര പടിഞ്ഞാറത്തല ഇട്ടേര ഭാര്യ മേരി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ ശുശ്രൂഷകൾക്ക് ശേഷം പറപ്പൂക്കര സെന്റ് ജോൺസ് നെബുൻസ്യാൻ പള്ളിയിൽ. മിനി, ജിനി, ബിജോയ്, രാജേഷ് എന്നിവർ മക്കളും. പൗലോസ്, ജോൺ, വിക്കി, അനു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണമ്പേട്ടയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു. നെലയാറ്റിങ്കൽ ജോയിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് വീണത്. പുത്തൂർ വെട്ടുകാട് ഹരിതകർമ്മസേനയുടെ ഓട്ടോ മറിഞ്ഞ് അപകടം. 2 സ്ത്രീകൾക്ക് പരിക്ക്. നന്ദിപുലം മാഞ്ഞൂർ കിഴക്കേടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം ആരംഭിച്ചു.
ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.